26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. അതേസമയം സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ആരംഭിച്ച് 1.5 മാസം പിന്നിടുമ്പോൾ കേരളം ഗുരുതരമായ മഴക്കുറവിന്റെ പിടിയിലാണെന്നും റിപ്പോർട്ട്. സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന് പിന്നാലെയാണ് തൃശൂർ മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത പറയുന്നത്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പറയുന്നു. പക്ഷേ വടക്കൻ കേരളത്തിൽ കുറച്ച് കഷ്ടമാണ്. കാരണം പൊതുവെ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇടയ്ക്കിടെ മേഘം എത്തുമെങ്കിലും മഴ സാധ്യത പൊതുവെ കുറവാണെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള തെക്കൻ ബംഗ്ലാദേശിനും മുകളിലായി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ചക്രവാത ചുഴി ഇന്ന് രാവിലെയോടെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരങ്ങൾക്ക് മുകളിലായി ഒരു ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. നാളെയോടെ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട്. വടക്കൻ ഒഡീഷയ്ക്കും പശ്ചിമ ബംഗാളിലെ ഗംഗ സമതലങ്ങൾക്കും കുറുകെ വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മഴ ലഭിക്കുന്നത്. മാത്രമല്ല, നാളെ കർക്കിടകം 1. പണ്ട് മുതലേ കേരളത്തിൽ കർക്കിടകത്തിൽ മഴ പെയ്യുന്നത് സാധാരണയാണ്. എന്നാൽ ഇത്തവണ മഴ പെയ്യുമോ ഇല്ലയോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്ത് ആരംഭിച്ച് 1.5 മാസം പിന്നിടുമ്പോൾ കേരളം ഗുരുതരമായ മഴക്കുറവിന്റെ പിടിയിലാണെന്നും കണക്കുകൾ പറയുന്നു. IMD ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടും പുറത്തുവിട്ടു. ജൂൺ 1 മുതൽ ജൂലൈ 15 വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഇതുവരെ ലഭിച്ചത് 659 മില്ലിമീറ്റർ മഴ മാത്രമാണ്. സാധാരണ ഈ കാലയളവിൽ ലഭിക്കേണ്ടത് 973 മില്ലിമീറ്റർ മഴയായിരുന്നു. ഇതോടെ സംസ്ഥാനത്തെ മഴക്കുറവ് ഏകദേശം 32% ഉയർന്നു. ലക്ഷദ്വീപിലും മഴക്കുറവ് തുടരുകയാണെന്നും പറയുന്നുണ്ട്. അവിടെയും സാധാരണയായി അപേക്ഷിച്ച് 23% മഴക്കുറവാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ലകൾക്കും കുറവിന്റെ തിരിച്ചടിയുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കോഴിക്കോടാണ്. ഇവിടെ 1042 മില്ലിമീറ്റർ മഴ ലഭിച്ചു. എന്നാൽ സാധാരണയേക്കാൾ 21% കുറവാണ് ഇവിടെ മഴ ലഭിച്ചത്. കാസർഗോഡാണ് രണ്ടാമതുള്ളത്. ജില്ലയിൽ 999 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ഇവിടെയും 32% മഴക്കുറവാണ് രേഖപ്പെടുത്തുന്നത്. അതേസമയം ഏറ്റവും കുറവ് മഴ ലഭിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. ഇവിടെ 393 മില്ലിമീറ്റർ മാത്രമാണ് മഴ ലഭിച്ചത്. തിരുവനന്തപുരത്താകട്ടെ 402 മില്ലിമീറ്റർ മഴ ലഭിച്ചു. എന്നാൽ മലയോര മേഖലകളിലാണ് ഇത്തവണ മഴക്കുറവ് ഏറ്റവും രൂക്ഷമായതായും പറയുന്നുണ്ട്. വയനാട് ജില്ലയിൽ 59% മഴക്കുറവും ഇടുക്കി ജില്ലയിൽ 56% മഴക്കുറവുമുണ്ട്. അതായത് ഈ പ്രദേശങ്ങളിൽ സാധാരണ ലഭിക്കേണ്ട മഴയുടെ പകുതി പോലും ലഭിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.